ഈ വീഡിയോ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു റൈവൽറി അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇതെന്താ വെച്ചാൽ ഇറാൻ തുടരെ മിസൈൽ പരീക്ഷണം നടത്തുന്നതും അതിനെ എതിർത്തുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഗ്ലോബലി തന്നെ ചില നറേറ്റീവ്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലുപരിയായിട്ട് ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പം നിലവിൽ ഇസ്രായേൽ ഇറാനെ കയറി അറ്റാക്ക് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. എന്നാലും ഇറാന്റെ ഉള്ളിലേക്കുള്ള ചില കാര്യങ്ങളൊന്ന് നോക്കി പോവാം. മെയിനായിട്ടുള്ള ഒരു 5 വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട്. ഇറാൻ പാർലമെന്റിന്റെ ഉള്ളിൽ ഇറാന്റെ എക്കോണമിയെ ചൊല്ലി, അതായത് ഇറാന്റെ എക്കണോമിക് ഗ്രോത്തിനെ ചൊല്ലി തർക്കം. ഈ തർക്കത്തിന്റെ ഇടയിൽ ക്ലോസ് ഡോർ മീറ്റിംഗ് ആണ് നടത്തുന്നത്. ഈ ക്ലോസ് ഡോർ മീറ്റിംഗ് നടക്കുന്നതിൽ പ്രധാനമായിട്ടൊരു വിഷയം അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് ഉണ്ടല്ലോ മസൂദ് പെസസ്കിയാൻ, ഈ മസൂദ് പെസസ്കിയാനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് അവിശ്വാസ പ്രമേയം പാസ്സാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് അവിടെ 4 റിലീജിയസ് ലീഡേഴ്സ് ചേർന്ന് തീരുമാനിച്ചാൽ എടുക്കാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും ക്ലോസ് ഡോർ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ്സ് എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. മീറ്റിംഗ് തീർന്നാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പം നിലവിൽ ഇറാന്റെ ഉള്ളിൽ വളരെ തകൃതിയായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. ഇറാൻ ഇതുവരെ മൊസാദിന്റെ പേടിയിൽ നിലവിൽ 2000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2000 പേരെ. ഇവർക്ക് മേളിൽ ആരോപിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ സ്പൈ വർക്ക് ചെയ്തു എന്നുള്ള പേരിലാണ് ഈ 2000 പേരെ ഇപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇറാൻ വിചാരിക്കുന്നത് ഇറാൻ മിസൈൽ ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് ഇസ്രായേൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്ത് കളയും എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇസ്രായേലിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറാന്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ നെതന്യാഹു അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് തരത്തിലുള്ള മിസൈൽ പരീക്ഷണം വേണമെങ്കിലും നടത്തിക്കോളൂ, പക്ഷേ അവസാന വിജയം അത് ഇസ്രായേലിൻ്റെത് മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ ഉള്ളിൽ നിന്നും അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് അനധികൃതമായിട്ട് മരുന്ന് കടത്ത് നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണവും വരുന്നുണ്ട്. അപ്പം സ്വർണ്ണവില കുതിച്ചുയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പവന് 1 ലക്ഷത്തിന് മേളിൽ പോയിരിക്കുകയാണ് സ്വർണ്ണവില. ശരിക്കും പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ എല്ലാ കറൻസികളും വീക്കായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ സൈഡിൽ ഇന്ത്യൻ കറൻസി ഏറ്റവും വീക്ക് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എങ്കിലും മൊത്തത്തിൽ ഗ്ലോബലി തന്നെ കറൻസി മൂല്യത്തിന് തകർച്ച നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ആശങ്ക ഉയരുന്നതും അവരുടെ സേഫസ്റ്റ് സേവിങ്സ് എന്നുള്ള നിലയിൽ ഗോൾഡിലേക്ക് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതും. അപ്പോൾ അങ്ങനെ ഗോൾഡിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഗോൾഡിന്റെ പ്രൈസും ഉയരുന്നു. അപ്പോൾ ഇങ്ങനെ ഉയരുന്ന പ്രൈസ് ഒരിക്കലും താഴോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഉയരുന്ന വിഹിതം അനുസരിച്ച് താഴോട്ട് വരുന്നത് ഇച്ചിരി കുറവായിരിക്കും. അതായത് ഒരു 100 രൂപ ഉയർന്നുവെങ്കിൽ ഒരു 20 രൂപ ആയിരിക്കും കുറയുന്നത്. പിന്നീട് വീണ്ടും ഒരു 60 രൂപ ഉയരുമ്പോഴത്തേക്കും ഒരു 10 രൂപ കുറയും. ഇതേ മാതൃകയിൽ ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിലവിലെ സ്വർണത്തിൻ്റെ ഒരു അവസ്ഥ. വെള്ളിയും താരതമ്യേന നല്ല രീതിയിൽ തന്നെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളി ഒരു മീഡിയമായിട്ട് എടുത്തുകൊണ്ട് ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ വെള്ളിയും മാർക്കറ്റിൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇസ്രായേൽ ഹെസ്ബുള്ളയുടെ മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഹെസ്ബുള്ള ഇറാന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഹെസ്ബുള്ളയുടെ പഴയ ഒരു പ്രതാപത്തിലേക്ക് ഹെസ്ബുള്ളയെ മടക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇറാൻ ഞങ്ങൾക്ക് $2 ബില്യൺ തരണമെന്നാണ് ഹെസ്ബുള്ള ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യം വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും 2 ബില്യൺ ഇറാനെ കൊണ്ട് എന്തായാലും ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ വേണമെങ്കിൽ 1 ബില്യൺ തരാം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് 1 ബില്യൺ തരാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യക്ക് വീണ്ടും ഒരു ഓഫർ, അതായത് 3 സബ്മറൈൻ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. 3 സബ്മറൈൻ റീഫർബിഷ്ഡ് സബ്മറൈൻ ആണ്. കിലോ ക്ലാസ് ഡീസൽ എഞ്ചിൻ ഇലക്ട്രിക് സബ്മറൈൻ ആണ്. വാല്യൂഡ് അറ്റ് അണ്ടർ 1 ബില്യൺ, അതായത് 1 ബില്യന് താഴെ മാത്രം ചെലവാക്കിക്കൊണ്ട് നമുക്ക് 3 സബ്മറൈൻസ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ വളരെ നല്ലൊരു ഓപ്ഷനാണിത്. അതായത് കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സബ്മറൈൻസ്, നമ്മളുടെ സ്കോർപിയൻ ക്ലാസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ ടൈസൺ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സബ്മറൈൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് കിട്ടുന്നത് വരെ അണ്ടർ വാട്ടർ സെക്യൂരിറ്റി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊപ്പോസൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഇത് ക്യാച്ചപ്പ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ തുർക്കി ഇന്നലെ പാകിസ്ഥാൻ ഒരു വാർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് അത് 15 to 30 നോട്ടിക്കൽ മൈലാണ്. അതിൻ്റെ ഡീപ്പ് റിസർച്ചിൽ പോയിട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ 3500 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രിന്റ് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു അവസരത്തിൽ തിരുത്തുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന് ഒരു സബ്മറൈൻസ് 2026 സ്റ്റാർട്ടിങ്ങിൽ, അതായത് ജനുവരിയിൽ തന്നെ ഒരു സബ്മറൈൻ
ചൈന കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി തന്നെ അതിൻ്റെ പരീക്ഷണമൊക്കെ പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ 2026 ജനുവരിയിൽ തന്നെ പാകിസ്ഥാൻ അത് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നത് വെറുതെ ഇരിക്കാനല്ല. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്കറിയാം, അത് വളരെ വൈകാതെ തന്നെ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടേണ്ടി വരും. അത് കാരണം അവർക്കറിയാമല്ലോ, അവരാണ് അതിൻ്റെ ഇനിഷ്യേറ്റേഴ്സ്. അപ്പോൾ അവർ തുടങ്ങാനിരിക്കുന്ന യുദ്ധം അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിലുള്ള പടക്കോപ്പുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ മതി, അവന്മാർ വീഡിയോ സഹിതം എടുത്തിട്ട് നമ്മളെ നാറ്റിക്കും. അവസാനം അടി വാങ്ങിച്ചിട്ട് പോകുന്നത് അവന്മാരായിരിക്കും. ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ടാവും. അവസാനം സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആകുന്നത് പാകിസ്ഥാനികളായിരിക്കും. അപ്പം ആ മാതൃകയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിലെ മൊസാദ് കാണിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളും കൃത്യമായിട്ട് ക്യാമറ വെച്ച് മോണിറ്റർ ചെയ്ത് വീഡിയോ എടുത്ത് ഫൂട്ടേജ് സഹിതം തെളിവ് സഹിതം പബ്ലിഷ് ചെയ്യണം. അങ്ങനെ തെളിവ് സഹിതം പബ്ലിഷ് ചെയ്തുകൊണ്ട് വേണം ഈ പാകിസ്ഥാനികളുമായിട്ട് യുദ്ധത്തിൽ പോകാൻ. ഇന്ത്യ വിയറ്റ്നാമുമായിട്ടും ഇന്തോനേഷ്യയുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 450 മില്യൺ വർത്ത് വരുന്ന ബ്രഹ്മോസ് മിസൈലിൻ്റെ ഡീലിങ്സ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് എഡ്ജിലിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് ആ ഒരു ഡീൽ ക്ലോസ് ആകുന്ന ഒരു അവസ്ഥയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വക്കാറുസമാൻ എത്ര തന്നെ ഇന്ത്യക്ക് ഒരു ഷ്യൂരിറ്റി അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു അഷുറൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നാലും ഈ അവരുടെ ബംഗ്ലാദേശ് മിലിറ്ററി ആയിക്കോട്ടെ, ബംഗ്ലാദേശിൻ്റെ ജനങ്ങളായിക്കോട്ടെ, ഇവരുടെ എല്ലാം മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം അത് പാകിസ്ഥാനോടൊപ്പമാണ്. കാരണം അവർ ആശയപരമായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും ഒരേ താല്പര്യങ്ങളാണ്. രണ്ടുപേരും പച്ച കളർ പാസ്പോർട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു ഡിഫൻസ് കരാർ, ഒരു ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കമ്പനി ലഡാക്ക് മേഖലയിൽ മാസീവ് ആയിട്ടുള്ള ഫ്യൂവൽ സ്റ്റോറേജ് കപ്പാസിറ്റി റെഡിയാക്കുകയാണ്. അത് ഓൾമോസ്റ്റ് റെഡി കണ്ടീഷൻ ആയിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലഡാക്ക് മേഖല നമ്മൾ വളരെ പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ചൈനയുമായിട്ട് നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും വ്യാപാര ബന്ധം തുടരാം എന്ന് രണ്ട് രാജ്യങ്ങളും തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ബോർഡർ മേഖലയെ വളരെയധികം ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ സ്വഭാവം അതേപോലെയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചൈന ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ വിസ പ്ലാറ്റ്ഫോം ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒരുപാട് ലോങ് പ്രൊസീജിയർ അല്ല, ഓൺലൈനിൽ തന്നെ ഇന്ത്യക്കാർക്ക് ചൈനീസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ റിവ്യൂ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ബയോമെട്രിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാൽ മതി. അത്ര എളുപ്പത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ചൈനക്കാർക്ക് ആ ഫെസിലിറ്റി കൊടുത്തിട്ടില്ല. ഇന്ത്യൻ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ പേപ്പർ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ചൈനക്കാർ അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മളും വിസ പ്രോസസ്സ് ഡിജിറ്റൽ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കൊളംബോയിൽ എത്തിയിട്ടുണ്ട്. കൊളംബോയിൽ തകൃതിയായിട്ടുള്ള മീറ്റിംഗിലാണ് നടക്കുന്നത്. ശ്രീലങ്കയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനാണ് വഴിയൊരുങ്ങുന്നത്. അപ്പോൾ അതായത് പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഇങ്ങനെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ട് ഇന്ത്യ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ട്രേഡ് എക്സ്പാൻഷന് തന്നെയാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സാധ്യമാകാനുള്ള ഒരു ചർച്ചയാണ് ഇപ്പം നടക്കുന്നത് നിലവിൽ. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.